ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ജ്യോതി ബാബു ഹൈക്കോടതിയിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നം ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ അറിയിക്കും. ടി.പി. കൊലക്കേസ് ഗൂഢാലോചനയിൽ ജ്യോതി ബാബു കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇന്ന് ഹാജരാക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. വിശദാംശങ്ങൾ. അതിന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ശരിവെച്ച് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും ഇന്ന് ഹാജരാക്കണമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഴുവൻ പ്രതികളും ഹാജരാകുമെന്നാണ് കരുതുന്നത്. പക്ഷെ അതിൽ ജ്യോതി ബാബു ഹാജരാക്കില്ല. ജ്യോതി ബാബുവിനെ ഹാജരാക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇയാൾ നിലവിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ആരോഗ്യ പ്രശ്നം ജയിൽ സൂപ്രണ്ട് നിലവിൽ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജ്യോതി ബാബുവിന് ഡയാലിസിസ് നടത്തണം. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ജയിൽ സൂപ്രണ്ട് വിശദാംശങ്ങൾ ഹൈക്കോടതി മുൻപാകെ കൈമാറുക. നേരത്തെ തന്നെ ജ്യോതി ബാബുവിനെ കുറ്റക്കാരനെന്ന്, അതായത് ടി.പി. വധക്കേസിൽ ഗൂഢാലോചനയിൽ ടി.പിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഢാലോചനയിൽ ജ്യോതി ബാബു പങ്കാളിയായിരുന്നു എന്നതടക്കം ഹൈക്കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ വിചാരണ കോടതി ജ്യോതി ബാബുവിനെയും കെ കൃഷ്ണനെയും വെറുതെ വിട്ടതായിരുന്നു. പക്ഷെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വെറുതെ വിട്ട നടപടി റദ്ദാക്കുകയും ചെയ്തു. കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെ വിചാരണ കോടതിയിൽ ജ്യോതി ബാബുവും കെ കൃഷ്ണനും കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് ജ്യോതി ബാബുവിനെ ഹാജരാക്കാത്തത്. ഇക്കാര്യങ്ങൾ ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയിൽ വിശദാംശങ്ങൾ എന്നുള്ള രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും. 12 പ്രതികളെയാണ് നിലവിൽ ശിക്ഷിച്ചിട്ടുള്ളത്. ഇവരുടെ ശിക്ഷാവിധി അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള അപ്പീൽ അടക്കമാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ മുഖാന്തരം ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം. ഒപ്പം തന്നെ ഈ ജീവപര്യന്തം തടവിനപ്പുറത്തേക്ക് പരമാവധി ശിക്ഷ നൽകണം. ഗൂഢാലോചന ആരോപിക്കപ്പെട്ട പ്രതികൾക്കും ജീവപര്യന്തം നൽകണം എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതികൾ എല്ലാവരെയും ഹാജരാക്കാനായിട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. കൂടാതെ പ്രതികളുടെ മാനസികാരോഗ്യ നില പരിശോധിച്ചതിന്റെ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾ ഏത് വിധത്തിലാണ് അവരുടെ പെരുമാറ്റം, ഇത് സംബന്ധിച്ച് ജയിലധികാരികൾ നൽകുന്ന റിപ്പോർട്ടും ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുള്ള ജ്യോതി ബാബു ഇന്ന് ഹാജരാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജ്യോതി ബാബുവിനെ ഹാജരാക്കില്ല. ഇത് സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കും. എന്തായാലും 3 മണിക്ക് ഇയാളുടെ ഡയാലിസിസ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ ഹൈക്കോടതിയിൽ ഹാജരാക്കാത്തത്. ശരി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ജ്യോതി ബാബുവിനെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കില്ല. ആരോഗ്യ പ്രശ്നം ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ അറിയിക്കും. ടി.പി. കൊലക്കേസ് ഗൂഢാലോചനയിൽ ജ്യോതി ബാബു കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.